ഇപ്പം മമ്മൂക്ക ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ സംവിധായകൻ രഞ്ജിത്തിനായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ കുറേ കാലം മുമ്പുള്ള ഒരു ഇൻ്റർവ്യൂ, അതിപ്പോഴും യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്, കൈരളിയിലാണെന്ന് പറഞ്ഞത്. അതിൽ മമ്മൂക്ക പറയുന്നുണ്ട് മുരളിയായിട്ട് ഉണ്ടായിരുന്ന ഒരു ബന്ധം, പക്ഷെ ഒരു സുപ്രഭാതത്തിൽ മുരളി മമ്മൂക്കയായിട്ട് തമ്മിൽ തെറ്റി. അതായത് അവർ പിണക്കത്തിലായി, പിന്നെ മിണ്ടിയില്ല. അതിൻ്റെ കാരണം പക്ഷെ മമ്മൂക്കയ്ക്ക് അറിയില്ല. മുരളി പെട്ടെന്ന് വിട്ടുപോയി, പ്രതീക്ഷിക്കാതെ വിട്ടുപോയി എന്നുള്ളതൊക്കെയാണ് മമ്മൂക്ക പറഞ്ഞത്. അപ്പോൾ എന്താണ് കാരണം നമുക്കറിയില്ല. പക്ഷെ നമുക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ഒരു ബന്ധം, അതായത് ഇവർ സുഹൃത്തുക്കളായിട്ട് അഭിനയിക്കുകയാണെങ്കിലും ഇവർ ശത്രുക്കളായിട്ട് അഭിനയിക്കുകയാണെങ്കിലൊക്കെ ഭയങ്കര ഒരു ഇമോഷണൽ ഒരു ബോണ്ടിങ് അവർക്ക് തമ്മിലുണ്ട്. ആ ഒരു ക്യാരക്ടേഴ്സിനും അങ്ങനെയുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അമരം സിനിമ നമുക്കറിയാം, അതിൽ അവർ രണ്ട് മുരളിക്ക് പകരം ആ ഒരു വേഷം വേറെ നടന്മാരൊക്കെ അഭിനയിച്ചാൽ ഗംഭീരമാവും. പക്ഷേ നമുക്ക് വേറെ ആരും അത് ചെയ്താൽ നന്നാവില്ല എന്ന രീതിയിലാണ് അതിൽ മുരളി പെർഫോം ചെയ്തിട്ടുള്ളത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ബന്ധവും ആ കഥാപാത്രത്തിൻ്റെ ബന്ധവും അവരുടെ ഒരു കെമിസ്ട്രിയൊക്കെ അത്ര ഗംഭീരമായിട്ടാണ് അത് വർക്കായിട്ടുള്ളത്. പിന്നെയും കുറേ സിനിമകൾ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ ഇവർ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളുണ്ട്. അതിലിവർ ചേട്ടനും അനിയനായിട്ട് അഭിനയിച്ച 1000 നാവുകൾ അനന്തൻ എന്ന് പറയുന്നൊരു സിനിമയുണ്ട്, തുളസിദാസ് സംവിധാനം ചെയ്ത. അതങ്ങനെ ഭയങ്കര ഹിറ്റ് സിനിമയൊന്നുമല്ല, ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഒന്നുമല്ല. പക്ഷെ അതൊരു ഇവരുടെ ഒരു കോമ്പിനേഷൻ നല്ല ഒരു ചേട്ടൻ അനിയനായിട്ട് വന്നൊരു കാരണം മമ്മൂക്കയുടെ ചേട്ടൻ ആയിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുരളി ആണെങ്കിൽ അത് ഓക്കെയാണ്. അങ്ങനെയായിരുന്നു അന്ന്. പിന്നെ കിങ് എന്ന് പറയുന്നൊരു സിനിമ, അതിൽ ശരിക്ക് വില്ലനാണ് നമുക്കറിയാം, പക്ഷെ ശക്തമായിട്ട് കട്ടയ്ക്ക് നിൽക്കുന്ന ടൈപ്പ് ഓഫ് വില്ലനും നായകനുമാണ് അതിലെ. എന്താ പറയുക, മമ്മൂക്കയുടെ കളക്ടറുടെ കഥാപാത്രവും അപ്പുറത്തുള്ള ആ ഒരു MP-യുടെ ക്യാരക്ടറൊക്കെ ആയിട്ടുള്ള മുരളിയുടെ ക്യാരക്ടറൊക്കെ. പിന്നെ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു സിനിമ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്ന സിനിമകളാണ്. ഒരുപാട് സിനിമകളുണ്ട്. ട്രൂത്തിലും ഇതേപോലെ തന്നെ മുരളി അവസാനം നമുക്കറിയാം അതിൻ്റെ ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ